കഠിനമായ വയറുവേദനയുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃ ശിശു കേന്ദ്രത്തിലെത്തിയ 9 വയസ്സുകാരന് ചികിത്സ നിഷേധിച്ചതായി പരാതി. ഗ്യാസിന്റെ മരുന്ന് മാത്രം നൽകി തിരിച്ചയച്ച കുട്ടിക്ക് പിന്നീട് അപ്പൻഡിസൈറ്റിസ് പൊട്ടി അണുബാധയുണ്ടായതായി കണ്ടെത്തുകയും സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു. കുടുംബം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വീണ്ടും ഒരു ചികിത്സാ നിഷേധത്തിന്റെയും ചികിത്സാ പിഴവിന്റെയും വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. 9 വയസ്സുള്ള കുട്ടിക്കാണ് വയറുവേദനയുമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയത്. പക്ഷേ കൃത്യമായൊരു പരിചരണം അവിടുന്ന് ലഭിച്ചില്ല എന്നാണ് കുടുംബം പറയുന്നത്. നമുക്കൊപ്പം ആ കുട്ടിയുടെ കുടുംബം തന്നെയുണ്ട്. എന്താണ് സംഭവിച്ചത്? ഞങ്ങൾ 10:30 മെഡിക്കൽ കോളേജ് 19-ാം തീയതി എത്തിയത്. ആ സമയത്ത് കുട്ടിക്ക് നല്ല വയറുവേദനയെ തുടർന്നാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നത്. ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നപ്പോൾ അവിടെ ഡ്യൂട്ടിയിൽ 2 ലേഡി ഡോക്ടറാണ് ഉണ്ടായിരുന്നത്. ആ ലേഡി ഡോക്ടർ രണ്ടുപേരും കുട്ടിയെ നോക്കിയ ശേഷം പറഞ്ഞു കുട്ടിക്ക് ഗ്യാസിന്റെ പ്രോബ്ലം ആണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. സാധാരണ ഒരു ഗ്യാസിന്റെ ഒരു ഇഞ്ചക്ഷനും ഒരു വേദനയുടെ ഇഞ്ചക്ഷനും വെച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. ഒബ്സർവേഷനിലാക്കി അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളോട് ആവശ്യപ്പെട്ടു വേദന കുറഞ്ഞെന്ന്. അപ്പൊ ഞങ്ങൾ തിരിച്ചു ചെന്ന് നോക്കിയപ്പോൾ വേദന കുറഞ്ഞിട്ടില്ല, കുട്ടിക്ക് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു അതിന്റെ മരുന്നിന്റെ എഫക്ട് വരുന്ന 1 ഹവറാണ്, അപ്പൊ 1 ഹവറിനുള്ളിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 1 മണിക്കൂറിനുള്ളിൽ തിരിച്ച് അവിടെ ചെന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു ഇത് ഗ്യാസിന്റെ തന്നെ പ്രോബ്ലം ആണ്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് കുട്ടീനെ ഒന്ന് CBC ചെക്ക് ചെയ്യണമായിരുന്നു. അപ്പൊ പറഞ്ഞു ഓൾറെഡി യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ നോർമൽ ആയതുകൊണ്ട് CBC ചെയ്യേണ്ട ആവശ്യമില്ല, ഇൻഫെക്ഷൻ ഇല്ല പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നീട് ചോദിക്കുന്നു അപ്പൻഡിസൈറ്റിസിന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊന്നും അല്ല, ഗ്യാസ് ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സ്കാനിങ് ഒന്ന് ചെയ്തു നോക്കാം മാം, എന്താണെന്ന് അറിയാലോ. അപ്പൊ പറഞ്ഞു അവർക്കത് ചെയ്യണമെന്നില്ല, പിന്നെ ഞങ്ങളുടെ നിർബന്ധം കൊണ്ട് അവർക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി തന്നപ്പോൾ ഞാൻ ഇവരെ പരിശോധിക്കുന്നില്ല. അപ്പൊ ഇവര് പറഞ്ഞു കയറി കിടക്കാൻ പറഞ്ഞു. അവിടെ കിടന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പറഞ്ഞു ഇത് ഗ്യാസ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു മോനെ പെനിസിന്റെ ഭാഗത്ത് നല്ല വേദനയാണ്, തൊടാൻ പറ്റുന്നില്ല, അവൻ നിവർന്ന് നടക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു അത് കായൽ കൊളുത്തുന്ന വേദനയില്ലേ, കായൽ കൊളുത്തിന്റെ വേദനയാണ്, അതല്ലാതെ ഇന്നതല്ല. ഗ്യാസിന് വരുമ്പോ ചില കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവും, അതല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ റിപ്പോർട്ടുമായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്കാനിങ് ചെയ്ത് മേലത്തെ ഹോസ്പിറ്റലായിരുന്നു, ഇവിടെ ഇല്ലാത്തതുകൊണ്ട് മേലെ പോയി സ്കാൻ ചെയ്ത് തിരിച്ചു വന്നതിന് ശേഷം നോക്കിയപ്പോൾ അവർ പറഞ്ഞു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കുട്ടിക്ക് സ്കാനിങ് റിപ്പോർട്ടിലൊന്നുമില്ല, അതുകൊണ്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. ഇവിടെ വേറെ ഒരു സീനിയർ ഡോക്ടറോ ഒന്നുമില്ലായിരുന്നു, അവരോട് ഒന്ന് ചോദിക്കാനോ ഈ കുട്ടീന്റെ വേദന എന്താണെന്നൊന്നും മനസ്സിലാക്കാൻ പോലും അവിടെ നിന്നില്ല. ഭയങ്കര അനാസ്ഥയാണ് അവിടെ ഉണ്ടായത്. തിരിച്ച് ഞങ്ങൾ വീട്ടിൽ ചെന്നതിന് ശേഷം ഈ മരുന്ന് തന്നെ ഞങ്ങൾ റിപ്പീറ്റ് ചെയ്ത് മാറൂന്ന് വിചാരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ സാധാരണക്കാരാണ്, ഈ കോളേജിൽ നിന്ന് കിട്ടുന്ന അത് നമ്മൾക്ക് മാറ്റം വരുമെന്നോർത്താണ് ഞങ്ങൾ ആ മരുന്ന് തന്നെ കൊടുത്തു. പിന്നെയും കുട്ടിക്ക് സഹിക്കാൻ പറ്റാതെ കുട്ടി തന്നെ ഞങ്ങളോട് പറയാണ് ഞാൻ ചത്തുപോകുന്നത്. അപ്പൊ ആ അവസ്ഥ ഞങ്ങൾക്ക് കണ്ടു നിൽക്കാനാവാതെയാണ് ഞങ്ങൾ തിരിച്ച് വിജയകുമാർ സാറിന്റെ അടുത്ത് എത്തുന്നത് കുന്നമംഗലത്ത്. അവിടെ എത്തിച്ചേർന്നപ്പോൾ സാറ് നോക്കിയപ്പോൾ തന്നെ പറഞ്ഞ അപ്പൻഡിസൈറ്റിസ് ആണ്. അത് എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സ് ആയിരുന്നു, ഡോക്ടറായിരുന്നു അത് തൊട്ട് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി. സാർ പെട്ടെന്ന് ഒരു ലാബ് ടെസ്റ്റിന് എഴുതി തന്നു, CBC ചെക്ക് ചെയ്തു. നോക്കുമ്പോൾ ഒത്തിരി ക്രമാതീതമായിട്ട് ഇൻഫെക്ഷൻ കൂടിയിട്ടുണ്ട് കുട്ടിക്ക്. അപ്പോൾ അത് അവര് കണ്ട് സാറ് പറഞ്ഞു ഇത്ര മണിക്കൂറിനുള്ളിൽ കുട്ടിക്ക് സർജറി നടത്തിയില്ലേ കുട്ടീനെ കിട്ടൂല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ സ്വകാര്യ ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് സ്വകാര്യ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് എത്തിക്കാൻ നമ്മുടെ മനസ്സിൽ പല ചിന്തകളുമാണ്. പക്ഷെ എന്നാലും ഹോസ്പിറ്റലിൽ ഞങ്ങൾ എത്തിച്ച് അവിടുന്ന് നൂറുദ്ദീൻ എന്ന് പറഞ്ഞ സാറാണ് ചെയ്തത്. കുട്ടീനെ രക്ഷപ്പെടുത്തി തന്ന സാറാണ്. സാർ എല്ലാ തിരക്കും മാറ്റിവെച്ച് 10:30 ആയപ്പോൾ എത്തിച്ചേർന്നിട്ട് ഞങ്ങൾക്ക് ആ സർജറി ചെയ്തപ്പോൾ സാർ തന്നെ പറയാണ് അപ്പറ്റിക്സ് പൊട്ടിയിട്ട് ഫുള്ള് സ്പ്രെഡായി, കരളിന്റെ സൈഡിൽ കൂടെ കുടലിനൊക്കെ ഒട്ടിപ്പോയിക്കുന്നു, അത്രയും സ്പ്രെഡായി. അപ്പൊ ഈ അനാസ്ഥ എവിടുന്ന് വന്ന് കോളേജിൽ നിന്ന് വന്നതാ. ഒരു ജീവൻ പൊലിയാൻ ഈ ഒരു കാരണം മതി. നമുക്ക് ഇതേപോലെ ഞങ്ങൾ ഇത് ന്യൂസിന് വേണ്ടിയിട്ടൊന്നും അല്ല പറയുന്നത്. ഇനിയൊരു കുട്ടിക്ക് നമുക്ക് ഫിനാൻഷ്യലി ഒന്നും അതങ്ങനെയൊന്നുമല്ല, നമ്മൾ അധികം കുറെ സമ്പത്തുള്ള ആൾക്കാരൊന്നും അല്ല, സാധാരണക്കാരാണ് ഞങ്ങളൊക്കെ. പക്ഷെ അതിനല്ല, പക്ഷെ ഇനിയൊരു കുട്ടികൾക്ക് ഇതേ ഒരു അവസ്ഥ കോളേജിന്റെ അനാസ്ഥയും കൊണ്ട് വരാൻ പാടില്ല എന്നുള്ളത് പുറം അറിയണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് വന്നത്. പിന്നെ ജൂനിയർ ഡോക്ടേഴ്സ് ആയിരുന്നു അവിടെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടേഴ്സ് 2 ലേഡി ഡോക്ടർമാരാണ്. ഞങ്ങൾക്ക് പേരറിയത്തില്ല, ആരാന്നറിയില്ല. ഞങ്ങളിപ്പോ സൂപ്രണ്ടിന് പരാതി കൊടുത്തിട്ടുണ്ട്, DMOയ്ക്ക് ഇവിടെ ADMന് പരാതി കൊടുത്ത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഇപ്പോ സ്കാൻ നോക്കിയിട്ട് അവർക്ക് മനസ്സിലായില്ല, ഇല്ല സ്കാനിങ്ങിൽ ഒന്നുമില്ലായിരുന്നു. സ്കാനിങ് എന്താണ് അങ്ങനെ വന്നതെന്ന് എനിക്കറിയത്തില്ല. സ്കാനിങ്ങിന്റെ ഈ മെഷീന്റേതാണോ അതോ എടുത്ത ആളുതാണോ അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ശരിക്കും ഒരു US ചെയ്യുമ്പോൾ അപ്പൻഡിക്സ് വ്യക്തമായിട്ട് കാണേണ്ടതാ. അങ്ങനെ അതിനെ കണ്ടില്ലെങ്കിൽ കുട്ടിക്ക് വേദന നിൽക്കുന്നില്ലെങ്കിൽ ഇവരെന്തെങ്കിലും CT ചെയ്യണമായിരുന്നു. CT ചെയ്ത് നോക്കിയാൽ വ്യക്തമായിട്ട് മനസ്സിലാവും, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുക.
എന്നിട്ട് വിദഗ്ധമായിട്ടുള്ള ചികിത്സയ്ക്ക് കുട്ടീനാക്കുക. ഒരു ദിവസം അവിടെ അഡ്മിഷൻ ചെയ്തിരുന്നെങ്കിൽ ഇവർക്ക് ചിലപ്പോൾ കണ്ടെത്താമായിരിക്കും. ഇവർ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന് എനിക്കറിയില്ല. ഒരു വലിയ അസുഖത്തിന്റെ പേര് വന്നിട്ട് അത് നെവർമൈൻഡ് ഒക്കെ ഇട്ടുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഈ സ്വകാര്യ ഹോസ്പിറ്റലുകൾ ആശ്രയിക്കേണ്ടി വരുന്നത്. ഇപ്പോഴും കുട്ടി ക്രിട്ടിക്കൽ സ്റ്റേജ് തരണം ചെയ്തിട്ടില്ല. ആ ഇത് തിരിച്ചു വരണമെങ്കിൽ തന്നെ എത്രയോ കഴിയണം. ഇപ്പോഴും നിവർന്ന് നിൽക്കാൻ പറ്റില്ല. കോളേജിൽ വേറൊരു പ്രശ്നം ഉണ്ടായി. കുട്ടിക്ക് ഞങ്ങൾ പറയുന്നു നടക്കാൻ അവന് പറ്റില്ല എന്ന് പറഞ്ഞ സമയത്ത് അവനെ കൊണ്ട് നടത്തിച്ചു അവര്. എന്നിട്ട് അവൻ ഞങ്ങളോട് പറഞ്ഞെന്താന്ന് വെച്ചാൽ അവരെ പേടിച്ചിട്ട് നടന്നതാണ്. കുട്ടി എന്നിട്ട് നടുവ് വളഞ്ഞിട്ട് ഈ വയസ്സായവര് നടക്കുന്ന പോലെയാണ് നടന്നത്. 9 വയസ്സായ കുട്ടി വേദന കൊണ്ട്. അപ്പോൾ അതുവരെ അവർ ചെയ്യിപ്പിച്ചു. എന്തിനാന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ വളരെ തെറ്റായ കാര്യമാണ്. എന്തായാലും വളരെ ഗുരുതരമായ ഒരു പിഴവാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഒരു പക്ഷേ അവർക്ക് ആ ഉചിതമായ സമയത്ത് മറ്റ് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയില്ലെങ്കിൽ കുട്ടിയെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെ ജില്ലാ ആരോഗ്യ ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടുണ്ട്. കൃത്യമായ നടപടി ഇക്കാര്യത്തിൽ വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം.